സ്വാമി ഈ കോരിച്ചരിയുന്ന മഴയത്തും എല്ലാവിധ ത്യാഗവും സഹിച്ചുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നത് എന്ന് ഈ ലോകമറിയണം. കാരണം കേരളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, വേണമെങ്കിൽ ലോകത്തിൽ ഇന്നേവരെ ഒരു ആരാധനാലയത്തിലും സംഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്വർണ്ണ വേട്ട, സ്വർണ്ണ കൊള്ള നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ സ്വർണം കിട്ടണം. ഇതില് ആരെയെങ്കിലും പഴിചാരി ജയിലഴിക്കുള്ളിലാക്കിയതുകൊണ്ട് മാത്രമായില്ല, നഷ്ടപ്പെട്ട സ്വർണം കിട്ടണം. അതുവരെ ഈ സമരം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിനെയോ പിടിച്ച് ജയിലിലിട്ടതുകൊണ്ടൊന്നും മാത്രം ഈ പ്രശ്നം തീരില്ല. അവർക്ക് പിന്നിൽ അവരെ പ്രേരിപ്പിച്ച ആളുകൾ ആരൊക്കെയാണ്, അവരെയെല്ലാം ഇവിടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. കയ്യാമം വെച്ച് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ മധ്യത്തിലൂടെ കൊണ്ടുവരണം. അതുവരെ വിശ്രമമില്ല. കാരണം ഇത് അവസാനത്തേതാവണം. എത്രയോ നാളുകളോളമായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൊള്ള നടക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം തങ്ങളുടെ എല്ലാമായ ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ആരാധന നടത്തുന്നതും പൂജ നടത്തുന്നതും വഴിപാട് നടത്തുന്നതും വിശ്വസിക്കുന്നതുമൊന്നും ഈ നാട്ടിലെ സർക്കാരിന് കൈയിട്ട് വാരിക്കൊണ്ടു പോകുവാൻ നൽകുന്ന പണമല്ല, അതുകൂടി അവർ നൽകുന്നത്. തീർച്ചയായും അവർ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ കാണിക്കവഞ്ചിയിലിടുന്ന ഓരോ രൂപയ്ക്കും അല്ലെങ്കിൽ നാണയത്തൊട്ടുകൾക്കും നിലയും വിലയുമുണ്ട്. അതിൽ അവരുടെ കണ്ണുനീരുണ്ട്, അവരുടെ വിയർപ്പിന്റെ തുള്ളികളുണ്ട്. അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് സമ്പാദിക്കുന്നതിൽ നിന്നും ഒരു പങ്കാണ് ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നത്. അത് സ്വർണമാകാം, വെള്ളിയാകാം, പാത്രങ്ങളാവാം, ഏതെങ്കിലും വിധത്തിലുള്ള ഉപകരണമാകാം, പണമാകാം, എന്തുമാകാം. പക്ഷേ അത് ഭക്തജനങ്ങൾ വിശ്വാസത്തോടുകൂടി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണം പോയി, ശരിയാണ്. പക്ഷെ ആ സ്വർണം എത്ര കിലോ ഉണ്ടെന്നുള്ളതല്ല ചോദ്യം, അതിനെത്ര രൂപയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. അതിന്റെ പിന്നിൽ ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തുടിപ്പ് അതിനുണ്ടോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഭരണാധികാരികൾ തയ്യാറാവണം. അവിടെ വിശ്വാസത്തിന്റെ, സങ്കല്പത്തിന്റെ, ആചാരത്തിന്റെ ഒക്കെ ഭാഗമാണ് അത്. ഇവിടെ ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവിധത്തിലുമുള്ള സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു ആരാധനാലയത്തിൽ നിന്നും അത് തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഇവിടെ ഭരണാധികാരികളുടെ വീഴ്ച എത്രമാത്രം ആഴത്തിലുള്ളതാണ്, എത്ര ഗൌരവമേറിയതാണ്, എത്ര രൂക്ഷമാണ്, എത്ര ഗൌരവമേറിയതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് കേവലം കുറച്ച് സ്വർണം പോയി എന്നുള്ളതല്ല. ആ സ്വർണത്തിന്റെ പിന്നിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയമുണ്ട്. ആ കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ്. അമ്പലം കണ്ട്, ആ അമ്പലം അത്ര വലിയ അമ്പലമൊന്നുമല്ല, ഒരു കൊച്ചു ക്ഷേത്രം. ആ കൊച്ചു ക്ഷേത്രത്തിലേക്ക് കല്ലും മുള്ളും ചവിട്ടി കാടും മേടും കിടന്ന് ത്യാഗം സഹിച്ച് തങ്ങൾ ഈ വരുന്ന വഴികളിലെല്ലാം ഇത്രയേറെ കുണ്ടും കുഴിയും താണ്ടി അവർ കാലിക്കുമെത്ത, കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറഞ്ഞുകൊണ്ട് 41 ദിവസം വ്രതം നോറ്റ് വരുന്ന, ഇരുമുടി കെട്ടുവേണ്ടി വരുന്ന, ഏതാണ്ട് 8-10 മണിക്കൂർ ക്യൂ നിന്ന് തിരക്കിലും പെട്ട് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും സഹിച്ച് വരുന്ന ആ അയ്യപ്പന്മാരുടെ കണ്ണുനീർ കാണാനുള്ള മനുഷ്യത്വം നമ്മുടെ നാട് ഭരിക്കുന്ന കേരള മുഖ്യമന്ത്രിക്ക് ഇല്ലാതെ പോയി എന്ന ദുര്യോഗമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്. മറ്റേതൊരു സ്ഥലത്താണെങ്കിലും അപ്പോൾ നടപടി സ്വീകരിക്കും. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇത് സെപ്റ്റംബർ 20-ാം തീയതി ഒരു അയ്യപ്പ സംഗമം നടന്നു. ആഗോള അയ്യപ്പ സംഘം. എല്ലാവരും വിചാരിച്ചത് ആഗോളമായിരിക്കുമെന്നാണ്. പക്ഷേ അത് ആ ഗോളകയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഗോളക എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പാളിയിൽ പൊതിഞ്ഞിരിക്കുന്നതിന്റെ പേരാണ് ഈ ഗോളക എന്ന്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ഗോളക കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ മുമ്പിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അത് ആലങ്കാരികമായി വെള്ളിയിലോ സ്വർണത്തിലോ വെക്കുന്ന ആ രൂപത്തിനാണ് ഗോളക എന്ന് പറയുന്നത്. ഇവിടെ ദ്വാരപാലകന്മാരുടെ ഗോളകയാണ് അടിച്ചുമാറ്റിയത്. അങ്ങനെ ആ ഗോളക ഒരു വലിയ സംഗമം നടത്തി. പക്ഷേ ആ ഗോളക സംഗമം ഈ നാട്ടിലെ അയ്യപ്പന്മാരുടെ സംഗമമല്ല, അത് സങ്കടമായി മാറി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷം എന്താണുള്ളത്? ശബരിമല ക്ഷേത്രത്തിൽ ഇന്നലെയോ തുടങ്ങിയതാണോ ഇത്? എത്രയോ നാളുകളോളമായി
ഒരിക്കൽ 2023 കേരളത്തിലെ ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു കേസ് വന്നു, ഒരു അപേക്ഷ വന്നു. ദേവസ്വം ബോർഡ് കൊടുത്ത അപേക്ഷയാണ്. ഈ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണം എടുത്ത് തിട്ടപ്പെടുത്തി അത് റിസർവ് ബാങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് 2023 അനുവാദം കൊടുത്തതാണ്. 2023 500 കിലോ സ്വർണമാണ്. 500 കിലോ സ്വർണം റിസർവ് ബാങ്കിൽ വെക്കാൻ അനുവാദം കൊടുത്തു. 2% പലിശ. ആ 2% പലിശ വാങ്ങിക്കാൻ അത് വളരെ വളരെ താമസിച്ച് ഈ അടുത്ത കാലത്ത് കൊണ്ട് റിസർവ് ബാങ്കിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ എത്ര ശതമാനം പലിശ കിട്ടേണ്ടതായിരുന്നു? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചില്ലേ? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇതുപോലെ തന്നെയാണ് ഈ ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ 1200-ൽ പരം ക്ഷേത്രങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. അവിടെ വിളക്കുകൾ, അതുപോലെ ചെമ്പ്, പിച്ചള തുടങ്ങിയിട്ടുള്ള നിരവധി സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം തിട്ടപ്പെടുത്താൻ ഈ കേരള ഹൈക്കോടതി ഉത്തരവെടുത്തതാണ്. ഇന്ന് അവരെ തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സ്വർണവും തിരുവാഭരണങ്ങളും തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ലോക്കൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുന്ന എല്ലാ പരിശോധനയിലും അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2015 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 2018 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് 2023 മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളും അതുപോലെ ചെമ്പ്, പിച്ചള തുടങ്ങിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളുടെയും സ്റ്റോക്ക് എടുത്ത് അത് മുഴുവൻ സൂക്ഷിക്കണം, എത്രയെന്ന് പറയണം, ഞങ്ങളെ അറിയിക്കണം എന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കൊടുത്തില്ല? ഇത് ശബരിമലയിലെ മാത്രം പ്രശ്നമല്ല, ഇത് ഗുരുവായൂരിലും ഇത് തന്നെയാണ്. ഗുരുവായൂരിൽ ഓഡിറ്റ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2018 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 22 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ഒരു രേഖയും തരുന്നില്ല. ഇവിടത്തെ സ്വർണം എത്രയുണ്ട് എന്ന് തിട്ടപ്പെടുത്തി അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടില്ല. എത്ര കുറ്റകരമായ അനാസ്ഥയാണ്. ഇവരാരാണ്? ഈ ക്ഷേത്രങ്ങൾക്ക് ഭരിക്കുന്നതാരാണ്? കേരളത്തിലെ ഹിന്ദു മന്ത്രിമാർ യോഗം ചേർന്നാണ് ഇവരെ നിശ്ചയിക്കുന്നത്. ഹിന്ദു MLA-മാർ യോഗം ചേർന്നാണ്. അത് തന്നെ തെറ്റാണ്. ഹിന്ദു MLA-മാർക്ക് ക്ഷേത്രം ഭരിക്കുന്നത് ആരാണെന്ന് നിശ്ചയിക്കാനുള്ള മാൻഡേറ്റ് ഉണ്ടോ? ഇല്ല. എല്ലാ മതസ്ഥരും അവരെ വോട്ട് നൽകി ഒരു MLA ആയി ജയിപ്പിക്കുന്നത് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഒരു മതേതര സർക്കാരിന്റെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുന്നവരാണ്. അവരൊരു മതവിഭാഗത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കാനല്ല. അതിനവർക്ക് അധികാരമില്ല, അവർക്ക് മാൻഡേറ്റ് ഇല്ല. പക്ഷെ അവർ ഒരാളെ നിശ്ചയിക്കുകയാണ്. ആരെയാണ് നിശ്ചയിക്കുന്നത്? ഒരു രാഷ്ട്രീയക്കാരനെയാണ് നിശ്ചയിക്കുന്നത്. ആ പാർട്ടിയിൽപ്പെട്ടയാളിനെയാണ് നിശ്ചയിക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഇവരെല്ലാവരും രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ? എല്ലാവരും ഈ കഴിഞ്ഞ കുറെ നാളുകളോളമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷന്റെ ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെ നിശ്ചയിക്കുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെയും ഇവിടുത്തെ പ്രസിഡന്റും നിശ്ചയിക്കും. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ലാതെ, ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മടി കാണിക്കുന്ന, അതിനുപോലും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് ക്ഷേത്രം ഭരിക്കാൻ വരുന്നത്. അവർ ക്ഷേത്രം ഭരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ടോ? അതുമില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളകൾ എത്രയാണ്? നിരവധി കൊള്ളകളാണ്. ഇതെല്ലാം കാലാകാലങ്ങളിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇനി കുറെ നാളുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചതാണ്. ശബരിമല ക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു? അവിടെ ഏതാണ്ട് 6.5 കോടി രൂപയുടെ അരവണയാണ് നഷ്ടപ്പെട്ടത്. അരവണ നഷ്ടപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു? വിഷാംശമുണ്ടെന്ന് ആരോ പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതുണ്ടെന്നും ഇല്ലെന്നുമായി. അവസാനം 6.5 കോടി രൂപയുടെ അരവണ ഉപയോഗിക്കാൻ വയ്യാതായി. എന്നിട്ടോ അത് കൊണ്ട് കുഴിച്ചിടാൻ 2.5 കോടി രൂപ ചെലവ്. അങ്ങനെ 6.5 കോടിയും 2.5 കോടിയും കൂടി 9 കോടി രൂപ. ഇത് ആരുടെ പണമാണ്? ഇത് CPM-ന്റെ പണമാണോ ഇപ്പോയത്? അതോ സർക്കാരിന്റെ പണമാണോ? അല്ല. ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഈ ശബരിമല ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയിലിട്ട പൈസയിൽ നിന്നാണ് ഈ 9 കോടി രൂപയും നഷ്ടപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം, ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന 6.5 കോടി രൂപ വിലമതിക്കുന്ന ആ ഒരു അരവണ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ഇന്നേവരെ പറഞ്ഞിട്ടില്ല. അത് കുഴിച്ചിട്ട ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഇന്നേവരെ പറയുന്നില്ല. അതെന്തുകൊണ്ട് പറയുന്നില്ല? അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ എത്ര ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു. എരുമേലി ദേവസ്വത്തിന്റെ, അതുപോലെ പശ്ചിമ ദേവസ്വത്തിന്റെ 6000 ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടത്. ഇത് വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലേശ്വർ ഒരു കേസ് ഫയൽ ചെയ്തതാണ്. ആ കേസ് അടുത്ത CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നപ്പോൾ അതങ്ങ് പിൻവലിച്ചു. എന്തുകൊണ്ട് പിൻവലിച്ചു? ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് ഭക്തജനങ്ങൾ ചോദിക്കുകയാണ്,
ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, എല്ലാവരും ചോദിക്കുന്നു. 6000 ഏക്കർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് അളന്നു തിട്ടപ്പെടുത്തി തരണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഫയൽ ചെയ്ത കേസ് എവിടെയാണ്? ആ കേസ് എവിടെ പോയി? ഇത് ചോദ്യമാണ്. ഇതിവിടെ മാത്രമാണോ? നാഷണൽ ഹൈവേ വരുന്നിടത്ത് ആ ക്ഷേത്രങ്ങളുടെ എല്ലാം കാണിക്കവഞ്ചിയും ഗോപുരങ്ങളും എല്ലാം തകർത്തിട്ടാണ്, എല്ലാം തച്ചുടച്ചിട്ടാണ്, എല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ പണിതത്. അതിനുവേണ്ടി നാഷണൽ ഹൈവേ ഈ 20 കോടി രൂപയാണ് കൊടുത്തത്. ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടില്ല ഇപ്പോഴും. ആ 20 കോടി രൂപ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ കേരള ഗവൺമെന്റ് ഖജനാവിലേക്കാണ് പോയത്. 20 കോടി രൂപ ക്ഷേത്രത്തിന് കിട്ടേണ്ടതല്ലേ? ദേവസ്വം ബോർഡിന് കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് ചോദിച്ചു വാങ്ങിക്കുന്നില്ല? PS പ്രശാന്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, ഈ നഷ്ടപ്പെട്ടത് മുഴുവൻ നീ കണക്ക് പറയണം, ഈ നാട്ടിലെ ജനങ്ങളോട് കണക്ക് പറയണം. നിങ്ങൾ പറയുന്നു ഞാൻ ഹരിചന്ദ്രനാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണിച്ചതാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്? ആ ശബരിമല ക്ഷേത്രത്തിൽ അവിടെ ദ്വാരപാലകന്മാരുടെ ആ വിഗ്രഹത്തിന് പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി നിങ്ങൾ അത് എടുത്തു കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടു? ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ വർഷക്കാലമായി വിജിലൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടപ്പുള്ളിയാണ്. വളരെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി ഇതെന്തിനു കൊടുത്തു? ഈ രണ്ടാമത്തെ കാര്യം, 2019 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ആ സ്വർണ്ണപ്പാളി അവിടെ സ്ഥാപിച്ചത്. 6 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനത് പൊളിച്ച് അവിടെ എടുത്തു? അവിടുന്ന് എടുത്ത് എന്തിനു മാറ്റി? 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി സ്ഥാപിച്ച് അതേ ആളിന്റെ കയ്യിലോട്ട് തന്നെയാണ് വീണ്ടും കൊടുക്കുന്നത്. ഒരു വലിയ കോൺട്രാക്ട് വയലേറ്റ് ചെയ്ത ഒരാളിന്റെ അടുക്കലേക്ക് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്നത്. അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക മാത്രമല്ല, അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അയാളുടെ നഷ്ടപരിഹാരം വാങ്ങിക്കണ്ടേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റെന്താണ്? നിങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റെന്താണ്? ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് മാത്രമേ ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികളും മറ്റ് സാധന സാമഗ്രികളും കേടുപാടുകൾ തീർക്കാൻ പാടുള്ളൂ എന്ന് ദേവസ്വം മാനുവലിലുണ്ട്. 38ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ചെയ്തു വരുന്നത്. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പണിതപ്പോഴും അവിടെ വെച്ച് തന്നെയാണ് എല്ലാ കേടുപാടുകളും തീർത്തിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തുവിട്ടു? എന്തിനാ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എന്തിനു കൊടുത്തുവിട്ടു? ഇനി 4ാമത്തെ തെറ്റ്, നിങ്ങൾ ചെയ്ത തെറ്റ് 2021 നിങ്ങളോട് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണ സ്വത്തുക്കളോ എന്തെങ്കിലും ഇവിടെ നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അനുവാദം വാങ്ങിയില്ല? അതാണ്. അതുകൊണ്ട് ഇനി 5ാമത്തെ തെറ്റ്, നിങ്ങൾ ചെയ്ത 5ാമത്തെ തെറ്റെന്താണ്? ആ ക്ഷേത്രത്തിൽ നിങ്ങൾ തൊണ്ടി മുതൽ ആയിട്ടുള്ള ആ ദ്വാരപാലകന്റെ ആ സ്വർണ്ണപ്പാളികൾ തൊണ്ടി മുതലാണ്. അത് നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ ക്ഷേത്രത്തിൽ നട തുറക്കാൻ തുലാമാസം 1-ാം തീയതി നട തുറക്കുന്നതിന്റെ തലേ ദിവസം, നട തുറന്ന തുലാമാസം 1-ാം തീയതിയുടെ തലേ ദിവസം വൈകുന്നേരം 4 മണിക്ക് നിങ്ങളത് അവിടെ സ്ഥാപിച്ചു. എന്തുകൊണ്ട്? അതൊരു തൊണ്ടി മുതലാണ്. ഇതാണ് ഏറ്റവും വലിയ കേസിന് ആധാരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു തെളിവുകളാണ്. ആ തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ നിങ്ങൾ എന്തിനവിടെ സ്ഥാപിച്ചു? ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഉത്തരം പറയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? വെറുതെ പറഞ്ഞാൽ പോരാ, അവിടെ നിന്ന് രാജിവെച്ച് താഴെ ഇറങ്ങിയിട്ട് വേണം പറയാൻ. ഈ നാട്ടിലെ ഭക്തജനങ്ങളോട് വേണം പറയാൻ. അവിടെ നിന്നുകൊണ്ട് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടൊന്നും ഉത്തരം പറഞ്ഞാൽ പോരാ. ഉത്തരം പറയുന്നെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം. അതും ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ 18-ാം പടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കണം. ഈ മാപ്പ് പറയണം. ഇത്രയധികം നിയമലംഘനം നടത്തിയ ഒരാൾ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിങ്ങൾ ഇരിക്കാൻ അർഹതയില്ല. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അംഗങ്ങൾക്കും ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുക 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കാൻ. എന്റെ പിണറായി വിജയ കൊള്ളാം, നിങ്ങൾക്ക് പറ്റിയ കൂട്ടാണ്. ഇവർക്ക് ഇനി 1 വർഷം കൂടെ നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഒരു ബില്ല് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു അനുവദിക്കില്ല. ഈ ഒരു ദേവസ്വം ബോർഡ് 1 നിമിഷം പോലും ഇരിക്കാൻ പാടില്ല. 1 വർഷം നീട്ടിക്കൊടുക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? എന്റെ പിണറായി വിജയ, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മനസാക്ഷിയില്ല.
ഇത്രയധികം ദ്രോഹം ചെയ്തിട്ടും ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ അനങ്ങുന്നില്ല, ഒരഭിപ്രായം പോലും പറയുന്നില്ല. ആഗോളക ഈ സംഘടന നടത്തി നിങ്ങൾ ഈ പമ്പയിൽ ഇത്രയും 8 കോടി രൂപ 8.5 കോടി രൂപ ചെലവഴിച്ച് ഇത്രയും വലിയൊരു മാമാങ്കം നടത്തിയില്ലേ? നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഈ പ്രസിഡന്റ് എന്ത് ചെയ്തു? 3 കോടി രൂപ ഒരാളെങ്കിൽ ഞാൻ കൊടുത്തു. എന്റെ നിങ്ങളുടെയും പണമാണ്, ഈ നാട്ടിലെ വിശ്വാസികളുടെ പണമാണ്. അതെടുത്ത് 3 കോടി രൂപയും കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി വളരെ വ്യക്തമായി 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആഗോള സംഗമത്തിന് വേണ്ടി ചെലവഴിച്ച എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കണക്ക് തരൂ. ഇതേവരെ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടില്ല. ചോദിക്കുമ്പോഴൊക്കെ ഓരോ കേസ് അവധി വരുമ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വൗച്ചർ കിട്ടണ്ടേ, വേണം വൗച്ചർ വേണം, ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നു. ഇത്രയും നാളായി 8.5 കോടി രൂപയും ഒരു വലിയ പന്തലിട്ട് ഈ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും. ഇനിയിപ്പോ വല്ലതും നടക്കുമോ? പ്രധാനപ്പെട്ട സ്പോൺസർ ഇപ്പൊ ജയിലിലായി. ഇനി എവിടുന്ന് ഏത് കാശായിട്ടാണ് ഇത്രയധികം ജനങ്ങളോട് വഞ്ചന കാട്ടിയ, കബളിപ്പിച്ച, ചതിച്ച ഒരു സർക്കാരും ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ദേവസ്വം ബോർഡ് മന്ത്രി പറയുന്നത് എന്താ? എനിക്കെന്താ ഇതുമായിട്ട് ബന്ധം? ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോ ഞാനാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഇവിടെ മോഷണം നടന്ന കഥ പുറത്തു വന്നപ്പോ എനിക്കറിയില്ല, എനിക്കിതുമായിട്ട് എന്താ ബന്ധം? കൈ കഴുകുക. അങ്ങനെയൊന്നും കൈ കഴുകാൻ പറ്റില്ല വാസവ. ഒരു മോഷണത്തിന്റെ വാസനയുണ്ട്. അത് പിടികൂടുക തന്നെ ചെയ്യും, പിടികൂടും. എല്ലാവരും ഇതിന്റെ ഉത്തരവാദികളാണ്. കളിക്കുന്നത് അയ്യപ്പനോടാണ്. അയ്യപ്പൻ സത്യമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. അത് പിച്ചി ചിന്താൻ നിങ്ങൾ തയ്യാറായാൽ ചോദിക്കും. നാളിതുവരെ ശബരിമല ക്ഷേത്രത്തിൽ ആരൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഞാൻ വേണേൽ ലിസ്റ്റ് എടുത്ത് പറഞ്ഞുതരാം. അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരു സംശയമില്ല. കാരണം അയ്യപ്പൻ സത്യമാണ്. അയ്യപ്പനോട് കളി വേണ്ട. പിണറായി വിജയനോട് വളരെ സ്നേഹത്തോടുകൂടിയാണ് പറയുന്നത്. കളി വേണ്ട അയ്യപ്പനോട്. കാരണം അയ്യപ്പൻ ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് പോലീസിന്റെ സഹായമില്ലായിരിക്കാം. ശബരിമല പ്രക്ഷോഭത്തിൽ കണ്ടല്ലോ, 10,000-കണക്കിന് ആളുകളെയല്ലേ ജയിലഴിക്കുള്ളിലാക്കി തല്ലി ചതച്ചു. കരുണാകരന്റെ പോലീസ് 1983 6,000-ൽ പരം ആളുകളെയാണ് പിടിച്ച് ജയിലിലിട്ട് നിലയ്ക്കൽ പ്രക്ഷോഭകാലം. ഇങ്ങനെ ഏത് കാര്യത്തിനും പിടിച്ച് പോലീസ് എടുത്തകത്തിടും, മർദ്ദിക്കും. എത്ര കള്ളക്കേസുകളാണ്. ഒരെണ്ണമെങ്കിലും ഒന്ന് പിൻവലിക്കാൻ കഴിയുന്നു ഇല്ല. എത്ര പേരാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. ഇന്നും പാസ്പോർട്ട് കിട്ടാതെ എത്ര പേര് അലയുകയാണ്. കാരണം കേസുകൾ ഇങ്ങനെ അടക്കുകയാണ്. എത്ര കേസുകൾ, 10-36 കേസുകൾ പരിഹരിക്കുന്ന ആളുകളുണ്ട്. വെറുതെ നടന്നുപോയാൽ മതി. ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ അതിന്റെ പേര് കേസാണ്. ശബരിമല പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കി, സാധിച്ചില്ല. അത് ഒരു റബ്ബർ പന്ത് പോലെയാണ് അയ്യപ്പന്മാരുടെ കാര്യം. നിങ്ങൾ എത്ര ശക്തിയായിട്ട് താഴേക്കടിച്ചോ അതിന്റെ ഇരട്ടിയായി അത് തിരിച്ചു പൊങ്ങി വരും. അതാണ് ചരിത്രം. അതാണ് ശബരിമല ക്ഷേത്രത്തിൽ കളിച്ചാൽ തീർച്ചയായും അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ നാട്ടിൽ സത്യവും ധർമ്മവും നീതിയും വേണം എന്നാഗ്രഹിക്കുന്ന, ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതരത്വവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവർക്ക് ജീവിക്കണം. അവരുടെ വിശ്വാസങ്ങൾ കാത്തുരക്ഷിക്കപ്പെടണം. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടത് ചെയ്യുന്നു? എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെക്കണം? ശബരിമല പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ക്ഷേത്ര ഭരണ വ്യവസ്ഥിതിയാണ്. ഈ ഭരണവ്യവസ്ഥിതി മാറണം. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണവ്യവസ്ഥിതി എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടു പോയതാണ്. അത് 1949 കാലത്തുണ്ടാക്കിയതാണ്. അതെല്ലാം മാറണം. ഇന്ന് ജനങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസങ്ങൾ കാത്തുരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ അവർ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യണം. ഇന്ന് ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്ന ആളുകളാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്. അവിടെയാണ് ജനാധിപത്യം. ക്ഷേത്രഭരണത്തിൽ
ഒരു വികേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ഉണ്ടാകണം. ഭക്തജനങ്ങളിലേക്ക് ഭരണ നിർവഹണ അധികാരം കൈമാറണം. അതാവശ്യം. ജനാധിപത്യ വ്യവസ്ഥ നിൽക്കുന്ന കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണത്തിലും ജനാധിപത്യം കൊണ്ടുവരണം. എന്തുകൊണ്ടത് മടിക്കുന്നു? ക്രൈസ്തവ ദേവാലയങ്ങളിൽ ജനാധിപത്യമുണ്ട്, മുസ്ലിം ആരാധനാലയങ്ങളിൽ ജനാധിപത്യമുണ്ട്. എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ അത് പാടില്ല? എന്തുകൊണ്ട് ഒരു മതേതര സർക്കാർ എന്തിന് ക്ഷേത്രം ഭരിക്കണം? ഇതാണ് ചോദ്യം. ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചോദ്യമാണ്, അടിസ്ഥാനപരമായ ചോദ്യമാണ്. ഒരു മതേതര സർക്കാർ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ പാടില്ല. ശബരിമല ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. ശബരിമല ക്ഷേത്രത്തിൽ കൊടിയേറേണ്ട ഏത് സമയത്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് മന്ത്രിയാണോ? ഇന്നിപ്പോ മന്ത്രിമാരാണ് ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്ന. പത്രസമ്മേളനം നടത്തി പറയുന്ന ശബരിമല ക്ഷേത്രത്തിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് കൊടി കയറുന്നതാണ്. ദേവസ്വം മന്ത്രിയാണ് പറയേണ്ടത്, അല്ലല്ലോ. അത് വിശ്വാസികളുടെ വിഷയമാണ്. ആറന്മുള ക്ഷേത്രത്തിൽ അവിടെ ആറന്മുള വള്ളസദ്യ നടത്തുമ്പോൾ അവിടെ ഒരു ആചാരമുണ്ട്, കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ലംഘിച്ചു എന്ന് തന്ത്രി പറയുകയാണ്. ആ ക്ഷേത്രത്തിന്റെ തന്ത്രി പറയുകയാണ്. ദേവസ്വം മന്ത്രി അവിടത്തെ ഉച്ചപൂജ നടത്തുന്നതിന് മുമ്പ് അവിടെ വന്നിരുന്ന് സദ്യ കഴിച്ചിട്ട് പോയി. അത് പാടില്ല, ആചാര ലംഘനമാണ്. അവിടുത്തെ തന്ത്രിയാ പറയുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞ്? മന്ത്രി പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുള്ളെന്നാണ്. അത് ശരി. അപ്പോൾ ക്ഷേത്രത്തിൽ മന്ത്രി പറയുന്നത് കേൾക്കണ്ടേ, അതോ തന്ത്രി പറയുന്നതാണോ കേൾക്കേണ്ടത്? ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ വാക്കാണ് ഫൈനൽ. അന്തിമ വാക്ക് തന്ത്രിയുടേതാണ്. ആചാരങ്ങൾ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിലെ ആചാരം അത് മന്ത്രിയാണെങ്കിലും അത് ലംഘിക്കാൻ പാടില്ല. അവിടെ VIP ഒന്നുമില്ല. അത് തീർച്ചയായും ഭക്തജനങ്ങളുടെ വികാരങ്ങളെ ഗുണപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേത്ര ഭരണ വ്യവസ്ഥിതിയിൽ വന്നിരിക്കുന്ന തകരാറാണ്. ഈ വ്യവസ്ഥിതി മാറാനാണ്. അതൊരു പുരോഗമനമായ ആശയമാണ്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രഭരണം കൈമാറണം എന്ന് പറയുന്ന പുരോഗമനായ ആശയമാണ്. ആ ആശയം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് എന്താ അത് അംഗീകരിക്കാൻ ഇത്ര വലിയ വിഷമമെന്താണ്? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് തീർച്ചയായും അത് ക്ഷേത്ര വിമോചന സമരമാണ്. ക്ഷേത്രങ്ങളെ മുഴുവൻ, ആരാധനാലയങ്ങളെ മുഴുവൻ വിമോചിപ്പിക്കണം. ഈ പറയുന്ന തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും മോഷണക്കാരുടെയും കൊള്ളക്കാരുടെയും ഈ കരിഞ്ചന്തക്കാരുടെയും ഒക്കെ കൈകളിൽ നിന്ന് മോചിപ്പിക്കണം. ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ശബരിമലയാണ് ഏറ്റവും അധികം നെയ്യ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ കണക്കിൽ എത്രയാണെന്നറിയോ? എത്ര കിലോ നെയ്യാ ഓരോ വർഷവും വിലയ്ക്ക് വാങ്ങിക്കുന്നതെന്നറിയാം കണക്ക്. ഈ അടുത്ത കാലത്ത് പറഞ്ഞു ഓരോ ദിവസവും രാത്രിയിൽ ക്യാൻ നെയ്യ് കയറ്റി കൊണ്ടുപോവുകയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അതുപോലെ തന്നെയാണ് അന്നദാനം. അവിടെ ശബരിമല ക്ഷേത്രത്തിൽ അന്നദാനം സമ്മതിക്കില്ല, ആരെയും സമ്മതിക്കില്ല. കാരണം ഹോട്ടലുകാർ ഒന്ന് ആഹാരം കഴിച്ചിട്ട് ഹോട്ടലെന്ന് പറയും. ഇതാണ് ധർമ്മശാസ്ത്രമാണ് ശബരിമല അയ്യപ്പൻ, ധർമ്മശാസ്ത്രമാണ്. അവിടെ ഭക്ഷണം കൊടുക്കണം, അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. പക്ഷേ ഇന്ന് ശബരിമലയിൽ ഭക്ഷണം സൗജന്യമായി കൊടുത്തുകൊള്ളാമെന്ന് പറയുന്ന നിരവധി ട്രസ്റ്റുകളുണ്ട്. ആ ട്രസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ഇറക്കിവിട്ട് ആരിവിടെ വേണ്ട എന്നാ പറയുന്നത്. എന്നിട്ട് 1 കിലോയ്ക്ക് 40 രൂപ വെച്ച് അരി വാങ്ങുകയാണ്. 40 കിലോ 40 രൂപ വെച്ച് അരി വാങ്ങിക്കുകയാണ്. എന്തൊരു അഴിമതിയാണ്! എന്താണ് ഈ കാണിക്കുന്നത്? അവിടെ അതുപോലെ തന്നെ എല്ലാവർക്കും ചികിത്സ നൽകി കൊടുത്തുകൊള്ളാം എന്ന് സത്യസായി ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയിടം പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആശുപത്രി, അമൃത ആശുപത്രി വന്ന് നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 വർഷം അവരെ കൊണ്ട് നടത്തി. 10 വർഷം മുമ്പാണ് അവരെയും അവിടെ നിന്ന് കെട്ടിച്ചു. ആരെയും അനുവദിക്കില്ല. അവിടെ ആശുപത്രി നടത്താൻ സമ്മതിക്കില്ല, അന്നദാനം നടത്താൻ സമ്മതിക്കില്ല. ഇത് ഞങ്ങളുടെ ഭരണമാണ്, ഞങ്ങൾ ഭരിച്ചുകൊള്ളാം, ഞങ്ങൾ ഈ സ്വർണ്ണമൊക്കെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ ഇവിടെ കാര്യമായിട്ടുള്ളതെല്ലാം ചെയ്തുകൊള്ളാം. ഇപ്പോൾ പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ആ അയ്യപ്പന്മാർ നാണയം വലിച്ചെറിഞ്ഞതുകൊണ്ട് അത് വന്ന് ദ്വാരപാലകന്റെ കാലിലൊക്കെ വീണ് കേടുപാട് സംഭവിച്ചുകൊണ്ടാണ് ഇത് എടുത്തതെന്നാണ്. ഇവിടെ 10,000-കണക്കിന് 1,00,000 പേരാണ് ഒരു ദിവസം 18-ാം പടി ചവിട്ടുന്നത്. ആ 18-ാം പടി ഇത്രയും നാളും ചവിട്ടിയിട്ട് അതിന്റെ ഒരു തരി സ്വർണം പോലും പോയിട്ടില്ല. എന്നിട്ടിപ്പം പറയുന്നു ദ്വാരപാലകന്റെ സ്വർണ്ണപ്പാളിയിൽ അയ്യപ്പന്മാര് ഈ നാണയം വലിച്ചെറിയാണ്. അയ്യപ്പന്മാർക്ക് ഇത്ര വിരോധമുണ്ടോ? അവർക്ക് ദ്വാരപാലകരുണ്ട്, അവർക്ക് സ്വർണം നാണയത്തൊട്ട് വലിച്ചെറിയാൻ വെറുതെ എന്തൊക്കെ കാരണങ്ങളാ പറയുന്നു. എന്റെ പ്രശാന്ത് ശാന്തമായി ഈ അയ്യപ്പന്മാരൊന്ന് ഉറങ്ങട്ടെ. എന്റെ പ്രശാന്ത്
അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെ, ശബരിമല ക്ഷേത്രത്തെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഈ നാട്ടിൽ ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പ് നൽകുന്നു, ഈ നാട്ടിലെ ജനങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കും. അന്ന് പിണറായിയുടെ പോലീസിനെ വിട്ട് 2018 കാലത്ത് 19 കാലത്ത് അയ്യപ്പന്മാരെ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു, പിണറായി വിജയ, അത് ഈ കേരളത്തിൽ നടപ്പില്ല. ഇവിടത്തെ ഭക്തജനവിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ചൊന്നായി നിന്നുകൊണ്ട് ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരായി രംഗത്ത് വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്വാമിയേ